Hi, are you ready? Yes, I am back with adjectives. Okay, നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള നൗണും പ്രൊണൗണിനും ശേഷം അവരെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നൗണും പ്രൊണൗൺസും മാത്രം പോരാ, അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കണം. ഓക്കെ, സോ അഡ്ജക്റ്റീവ്സ് ഇവിടെ കാണുന്നില്ല, ഈ പിക്ചറിൽ കാണുന്നുണ്ടോ നിങ്ങൾ? കുറെ അഡ്ജക്റ്റീവ്സിന്റെ വാക്കുകൾ കാണുന്നുണ്ടോ? ഓക്കെ, ഒത്തിരി അഡ്ജക്റ്റീവ് വേർഡ്സ് ഉണ്ട് അല്ലെ? ഗോൾഡൻ, സ്വീറ്റ്, ഫണ്ണി, ദെൻ ഹാൻസം, ചാമിങ്, എക്സൈറ്റിംഗ്, കേളി, ക്വയറ്റ് അല്ലെ? ഒത്തിരി അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് എവിടെ യൂസ് ചെയ്യാം, എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഓക്കെ, adjectives. An adjective is a word which is used to describe a noun or a pronoun. എന്താണ്? ഒരു നൗണിനെയോ ഒരു പ്രൊണൗണിനെയോ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ബ്യൂട്ടിഫൈ ചെയ്യാണ്, ഒന്ന് ഭംഗി കൂട്ടുകയാണ് അവരെ പോയിട്ട്. ഓക്കെ, എങ്ങനെ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 3 different ways. ഇനി അത് നമുക്കൊരു 3 രീതിയിലാണ്, 3 different വേസിലൂടെയാണ് നമ്മൾ ഈ അഡ്ജക്റ്റീവ്സ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, അഡ്ജക്റ്റീവ് ഫസ്റ്റ് വരും, ദെൻ ദ നൗൺ. ഓക്കെ, ഇത് നമ്മൾ വലിയൊരു പേരൊക്കെ വിട്ട് വിളിക്കാറുണ്ട്, ആട്രിബ്യൂട്ടീവ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വലിയൊരു പേര് ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ട് അതെന്താന്നുള്ളത് പറയണം. ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കുമ്പോഴാണ് എപ്പോഴും ഗ്രാമർ പഠിക്കാൻ ഒരു ഈസി ആവുക. ഓക്കെ, ഇത്രയും വലിയൊരു പേരൊക്കെ ഉണ്ട്, ആ പേര് അവിടെ സൈഡിൽ ഇട്ടിട്ട് നമുക്ക് എന്താ കാര്യം നോക്കാം. ആദ്യം എന്ത് ചെയ്യും? അഡ്ജക്റ്റീവ്സ് വരും. ഒരു സെന്റൻസിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? അഡ്ജക്റ്റീവിന് അങ്ങ് കൊടുക്കും. ദെൻ അതിന് തൊട്ട് ബേക്കിൽ മാത്രമാണ് നമ്മൾ നൗണിന് വരിക. ശരിക്കും നൗണിനെ വിശേഷിപ്പിക്കാനാണല്ലോ അഡ്ജക്റ്റീവ് ഉള്ളത്. അപ്പൊ ഈ നൗണിന് സെക്കൻഡും അഡ്ജക്റ്റീവ് എന്ത് ചെയ്ത് ഫസ്റ്റും വരും. അങ്ങനെ എക്സാമ്പിൾ നോക്കാം. എ ബിഗ് ട്രീ. ഇവിടെ ട്രീ ആണ് എന്ത്? ട്രീ ആണ് എന്ത്? നൗൺ. അറിയാലോ, ഒരു വസ്തുവിന്റെ പേരാണല്ലോ നൗൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ട്രീ. മരമാണ് എന്ത്? നൗൺ. ഈ ട്രീയെ എന്ത് ചെയ്യാണ്? ബിഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് എന്ത് ചെയ്യാണ്? വിശേഷിപ്പിക്കുകയാണ്. പക്ഷെ ഇത് എവിടെ കിടക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ആരാ വന്നിട്ടുള്ളത്? അഡ്ജക്റ്റീവ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ആണ് എന്ത് വന്നിട്ടുള്ളത്? നൗൺ. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ കേസ്. ഓക്കെ, ഫസ്റ്റ് അഡ്ജക്റ്റീവ് വരും, ദെൻ നൗൺ വരും. അതിന്റെ എക്സാമ്പിൾ നോക്കാം. എ ടോൾ ബോയ്, എ ലേസി ഗേൾ, എ ക്ലിവർ ഗേൾ. ഇവിടെയൊക്കെ എന്താണ്? നൗണ് ബേക്കിലും അഡ്ജക്റ്റീവ് എന്താണ്? ഫസ്റ്റും ആണ് വന്നിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഓക്കെ, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് അഡ്ജക്റ്റീവ് വരും, ദെൻ അതിന്റെ തൊട്ട് ബേക്കിലായിട്ട് എന്ത് വരും? നൗൺ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, അഡ്ജക്റ്റീവ് കംസ് ആഫ്റ്റർ ദ നൗൺ. ഫസ്റ്റ് വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് എന്തായിരുന്നു? ആളങ്ങ് ഫസ്റ്റ് കൊടുത്തു. എപ്പോഴും ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, ആളിന് സെക്കൻഡ് കൊടുക്കാം. അപ്പൊ എന്താണ്? പ്രെഡിക്കേറ്റീവ് എന്നൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. വലിയ വലിയ വേർഡ്സ് ഒക്കെ, ഇതിനൊക്കെ വലിയ വലിയ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ പേരുകൾ കാണുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പേരുകൾ ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, then നോക്കാം. The girl is pretty. എന്താണ് girl is pretty? The girl ആണ് എന്ത്? noun അല്ലെ? noun. pretty എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ വന്നിട്ടുള്ളത് എപ്പോഴാണ്? സെക്കൻഡ് ആണ്. എന്താണ്? നൗണിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഇവിടെ the car is nice. nice ആണ് എന്ത്? അഡ്ജക്റ്റീവ്. ഇത് എപ്പോഴാണ് വന്നിട്ടുള്ളത്? നൗണിന് ശേഷം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? അഡ്ജക്റ്റീവ് ഫസ്റ്റ് വരും, then നൗൺ വരും. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ നൗൺ ആദ്യം വരും, അതിന് ശേഷം എന്ത് വരും? അഡ്ജക്റ്റീവ് വരും. ഓക്കെ, അപ്പൊ 2 ടൈപ്പ്. ഓക്കെ, then മൂന്നാമത്തെ ടൈപ്പ്. ഇത് വളരെ റെയർ കേസ് ആണ് കേട്ടോ. ഇത് വളരെ റെയർ ആണ്. ഓക്കെ, ഈ ടൈപ്പ് പറയുന്നതിന് മുമ്പ് തൊട്ട് മുകളിലോട്ട് ഒന്നും കൂടെ നോക്കാം. ദ ഗേൾ ഈസ് പ്രെറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നൗൺ ഉണ്ട്, അതിന് തൊട്ട് ബേക്കിലായിട്ടാണോ പ്രെറ്റി വന്നിട്ട്? അല്ല, ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരാളെ കാണുന്നുണ്ട്. ഇത് എന്താണ്? ഈസ്. സെന്ററിൽ ഒരു ഓക്സിലറി വെർബ് കിടക്കുന്നുണ്ട് അല്ലെ? അവിടെ ഒരു ചെറിയൊരു വെർബ് ഉണ്ട്, ചെറിയൊരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ദെൻ ദ കാർ ഈസ് നൈസ്. ഇവിടെ ആരുണ്ട്? ഇവിടെ എന്തുണ്ട്? ഈസ് ഉണ്ട്. ഈസിന് ശേഷമാണ് എന്ത്? അഡ്ജക്റ്റീവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലോട്ട് കിടക്കാം. അഡ്ജക്റ്റീവ്സ് കം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ നൗൺസ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഇമ്മീഡിയറ്റ് ഒന്നല്ല. തൊട്ട് ബേക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെർബൊക്കെ വന്നതിന് ശേഷമാണ്, ഒരു ക്രിയ വന്നതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? നൈസ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, തൊട്ട് ബേക്കിലായിട്ട് വരും. ഇതിന് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ്ലി എന്ന് പറയും. ഇങ്ങനെ തന്നെയാണ് ആ വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോ
ഇത് റയർ കേസുകളാണ്, വളരെ കുറച്ച് കേസുകളേ ഉള്ളൂ. ഇനി നോക്കാം. ദ പ്രസിഡന്റ് ഇലക്ട്, ദ നോട്ടറി പബ്ലിക് എന്നൊക്കെ പറയും. നോട്ടറി പബ്ലിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അധികാരമുള്ള പബ്ലിക് അല്ലെ, അധികാരമുള്ള പബ്ലിക് ആണ്. ഓക്കെ. ദ ബോഡി പൊളിറ്റിക്, ഓക്കെ, ബോഡി പൊളിറ്റിക്, ഇതൊക്കെ ഒരൊറ്റ വേർഡാണ്. ഇതിങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ചതാണ്. ഓക്കെ. ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് തൊട്ട് ബേക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന വാക്കുകളും ഉണ്ട്. ഓക്കെ. പക്ഷെ മെയിൻ ആയിട്ട് വരുന്നത് 2 ടൈപ്പാണ്. അപ്പൊ നമുക്ക് ഗ്രാമർ പാർട്ടിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ്? 2 ടൈപ്പാണ്. ഫസ്റ്റ് ഒന്ന് അഡ്ജക്റ്റീവ് വരും, ബാക്കിൽ നൗൺ വരും. ദെൻ സെക്കൻഡ് വൺ ഫസ്റ്റ് നൗൺ വരും, ശേഷം എന്ത് വരും? അഡ്ജക്റ്റീവ് വരും. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്പിലോട്ട് കിടക്കാം. ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇത് തൊട്ട് മുമ്പ് പഠിച്ചിട്ട് പ്രൊണൗൺസിന്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ. അതറിയുന്ന വ്യക്തിക്ക് ശരിക്കും ഇത് പഠിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ പ്രൊണൗൺ ഒന്നും കൂടി ഈസി ആവും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അപ്പോ പ്രൊണൗൺസിന്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെന്താണ് വളരെ ഈസിയാണ്. ഓക്കെ. ആ പ്രൊണൗൺ എന്ന് പറയുന്ന വാക്കിന് പകരം അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആഡ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. ദെൻ ടൈപ്സ് നോക്കാം. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ന്യൂമറൽ ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്, ഇന്ററോഗേറ്റീവ് ആൻഡ് പൊസസീവ് അല്ലെ. ഈ സെയിം വേർഡ് മറ്റുള്ളവരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ന്യൂമറൽ, ദെൻ ഡെമോൺസ്ട്രേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ദെൻ പൊസസീവ്. ഓക്കെ. നോക്കാം. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ്? ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. ക്വാളിറ്റി ആണ്. ഓക്കെ. എന്താണ് നമുക്ക് അറിയേണ്ടത്? ആ വസ്തുവിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് എക്സാമിന് ഒരു മുന്തിരിയോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒക്കെ എടുത്ത് കഴിച്ചു. നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ആപ്പിളോ മുന്തിരിയോ കാണുമ്പോൾ നമ്മൾ ആ കടക്കാരനോട് ചോദിക്കും, ഇതെങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട്, എന്താണ് അതിന്റെ അവസ്ഥ അല്ലെ, അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ അത് എന്താണെന്ന ചോദ്യം? അത് എങ്ങനെയുണ്ട് മീൻസ് അതിന്റെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്, അത് എങ്ങനെയുള്ളതാണ്. ഓക്കെ. അതിന്റെ ടേസ്റ്റിങ്. നമ്മളൊരു ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ചോദിച്ചു, അത് നീ ടേസ്റ്റ് ചെയ്ത ഫുഡ് എങ്ങനെയുണ്ട്. ഓക്കെ. അതിൽ നമ്മളൊരു ആളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, അയാൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്താ? അയാളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട് അല്ലെ, ആ വ്യക്തിയുടെ ഗുണത്തെയാണ് ചോദിക്കുന്നത്. ഓക്കെ. എന്താണ്? ഗുണമാണ്. ഓക്കെ. എന്താണ് ചോദിക്കുന്നത്? ഗുണമാണ്. ഓക്കെ. ക്വാളിറ്റി മീൻസ് എന്താണ്? ഗുണത്തെ കുറിച്ചാണ്. ജസ്റ്റ് ഒന്ന് മലയാളം എഴുതി വെക്കാം. ഓക്കെ. ചില ടൈമിൽ നമുക്ക് ഒരുപാട് പഠിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും ഓക്കെ, ഗുണത്തെ കുറിച്ച് പറയാനാണ്. ഓക്കെ. ദെൻ ഇറ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് എ നൗൺ ഓൺ പ്രൊണൗൺ. നൗണിന്റെയോ പ്രൊണൗണിന്റെയോ എന്താണ്? ഗുണത്തെ കുറിച്ചാണ്. അഡ്ജക്റ്റീവ്സ് ക്വാളിറ്റി ടെൽസ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ്. എന്താണ്? വാട്ട് കൈൻഡ് ഓഫ്. അത് എന്ത് ടൈപ്പാണ്, അത് ഏത് ടൈപ്പാണ്. ഓക്കെ. ആ വ്യക്തി ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ ആ വസ്തു എന്ത് ടൈപ്പാണ്, അല്ല അത് എങ്ങനെയുള്ളതാണ് എന്നുള്ള ആ ഒരു അതിന്റെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് നേരെ ആൻസർ ആണ് എന്ത്? ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് തരുന്നത്. ഓക്കെ. വാട്ട് കൈൻഡ് ഓഫ് എന്നൊരു വസ്തുവിനെ നോക്കി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് എക്സാമ്പിളിലോട്ട് നോക്കാം. ഓക്കെ. എക്സാമ്പിളിലോട്ട് കിടക്കാം. ദെൻ ഹി ഈസ് ആൻ ഹോണസ്റ്റ് മാൻ. എന്താണ്? ഹി ഈസ് ആൻ ഹോണസ്റ്റ് മാൻ. എന്താണ്? അദ്ദേഹം ഒരു ഹോണസ്റ്റ് മാൻ ആണ് അല്ലെ. എന്താണത്? ആ വ്യക്തിയുടെ ക്വാളിറ്റിയാണത് അല്ലെ, ആ വ്യക്തിയുടെ ക്വാളിറ്റിയാണ്. അത് എങ്ങനെയുള്ള മനുഷ്യനാണ്? വാട്ട് കൈൻഡ് ഓഫ് മാൻ. ഓക്കെ. വാട്ട് കൈൻഡ് ഓഫ് മാൻ എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഹോണസ്റ്റ് മാൻ എന്ന ആൻസർ വരുന്നത്. ഓക്കെ. ദ ഹംഗ്രി ബേബി ഈസ് ക്രൈയിങ്. എങ്ങനെയുള്ള കുട്ടിയാണ് കരയുന്നത്? വിശന്ന കുട്ടിയാണ് അല്ലെ. അപ്പോഴും അവിടെ എന്താണ്? ആ കുട്ടിയുടെ ക്വാളിറ്റിയാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ. The foolish old crow tries to sing. ആ ക്രോ എങ്ങനെയുള്ള ക്രോയാണ്? എങ്ങനെയുള്ള ക്രോയാണ്? വാട്ട് കൈൻഡ് ഓഫ് ക്രോ? ഫൂളിഷ് ആണ്. എന്താണ്? ഫൂളിഷ് ക്രോയാണ്. ഓക്കെ. ദെൻ ബിരിയാണി ഈസ് എ ഡെലീഷ്യസ് ഫുഡ്. ഇവിടെ നമ്മൾ ആ ഫുഡിന്റെ ടേസ്റ്റ് ഓക്കെ ആ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്? ബിരിയാണി എങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ്? ഒരു സംശയമല്ല അല്ലെ, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഡെലീഷ്യസ് ഫുഡ് തന്നെയാണ്. അതിനപ്പുറം ബിരിയാണിയെ കവിഞ്ഞ് നമുക്ക് വേറൊന്നും പറയാനില്ല. ഡെലീഷ്യസ് എന്നൊരൊറ്റ അഡ്ജക്റ്റീവ് അവിടെ നമുക്ക് കൊടുക്കാനുള്ളൂ അല്ലെ. ഓക്കെ. ദെൻ ബിരിയാണി എന്താണ്? ബിരിയാണി ഇസ് എ ഡെലീഷ്യസ് ഫുഡ്. അപ്പോ വാട്ട് കൈൻഡ് ഓഫ് എന്ന് നമ്മളൊരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആൻസർ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ കൊടുക്കുക? അഡ്ജക്റ്റീവ്. എന്ത് അഡ്ജക്റ്റീവ് ആണ്? ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് ആൻസർ കൊടുക്കും. വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എങ്ങനെയാണ് വരിക?
ക്വാളിറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഹോണസ്റ്റിയും ഹംഗ്രി ഫുഡും ഡെലീഷ്യസും ഒന്നും അല്ലാതെ ഹെവി, ജെന്റിൽ, ആംഗ്രി, വൈസ്, കാം, ബ്യൂട്ടിഫുൾ, അഗ്ലി, റിച്ച്, ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് എക്സാമ്പിൾ. ഓക്കെ, ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അത് നമ്മൾ കുറച്ച് തൊട്ട് ബ്രേക്കിലായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ളതിന്റെ ആൻസർ എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ളതിന്റെ ആൻസർ എന്താണ് മക്കളെ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞ്, എന്താണ്? ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയുള്ള വ്യക്തി, എന്ത് വ്യക്തി, എങ്ങനെയുള്ള വസ്തു എന്ന ചോദ്യം ചോദിച്ചാൽ ആൻസർ എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, അവിടെ ക്വാളിറ്റി പറഞ്ഞ ഇവിടെ എന്തായി? ക്വാണ്ടിറ്റി പറയണം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എങ്ങനെയുള്ളതാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, അത് എത്രമാത്രം എന്ന് അറിയണം. ഓക്കെ, എത്രമാത്രം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, ഹൗ മച്ച് ഓഫ്, ഹൗ മച്ച്, എത്ര. ഓക്കെ, അതിന്റെ എണ്ണമാണ് നമുക്കിനി അറിയേണ്ടത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് എ നൗൺ ആൻഡ് പ്രോണൗൺ. ഓക്കെ, അതെന്താണ്? നൗണിന്റെയും പ്രോണൗണിന്റെയും ക്വാളിറ്റി പറയും. ദെൻ ഹൗ മച്ച്, എത്രമാത്രം എന്നാണ് പറയാ. പക്ഷെ ഇവിടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് പറയുമ്പോൾ കറക്റ്റ് 1 2 3 4 5 6 എണ്ണം കറക്റ്റ് പറയില്ല. ഓക്കെ, എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കറക്റ്റ് പറയാൻ കഴിയില്ല, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ എന്താണ് പറയുമ്പോഴത്തെ നിങ്ങൾക്ക് ഓർമ്മ വരണം. ഞാൻ അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അൺകൗണ്ടബിൾ നൗൺസ് പഠിപ്പിച്ചത് ഓർമ്മ വരണം. എന്തായിരുന്നു അൺകൗണ്ടബിൾ? ഒക്കെ എണ്ണാൻ സാധിക്കാത്തത്, കൗണ്ട് ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൗണ്ട് ചെയ്യാൻ കഴിയാത്തുള്ള ഒരു അഡ്ജക്റ്റീവ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോക്കാം. I ate some rice ആണ്. എന്താണ്? സം റൈസ് ആണ്. ആ റൈസ് 1 2 3 അങ്ങനെയാണോ? അല്ല, ആ റൈസിന്റെ ക്വാണ്ടിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൗ മച്ച് ഓഫ് എന്ന് പറഞ്ഞ കറക്റ്റ് ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. അവിടെ എത്രമാത്രം എന്ന് പറയുന്നുണ്ട്, കുറച്ച് എന്ന് പറയുന്നുണ്ട്. ആ കുറച്ച് എന്ന് പറയുന്ന വാക്കാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്, പക്ഷെ കറക്റ്റ് എണ്ണം പറയുന്നില്ല. ഓക്കെ, there is enough milk for the tea. enough ആവശ്യത്തിനുള്ള മിൽക്ക് എന്തുണ്ട്? ചായക്ക് അവിടെ ഉണ്ട്. ഓക്കെ, few pages are left blank in the book. ഓക്കെ, എന്താണ്? few pages ഉണ്ട്. I have sufficient money. എത്ര മണി ഉണ്ട്? sufficient money for the trip. ട്രിപ്പിന് ആവശ്യമുള്ള പൈസ എന്തുണ്ട്? കയ്യിലുണ്ട്. ഓക്കെ, ദെൻ he showed much patience. എന്താണ്? അവന് much patience. എത്രത്തോളം പേഷ്യൻസ് എന്ന് പറയുന്നില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം എന്താണ്? നമ്മൾ നൗൺസ് പഠിച്ച ടൈമിൽ പല നൗൺസ് എന്ത് പഠിച്ചിട്ടുണ്ട്? അൺകൗണ്ടബിൾ നൗൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? റൈസ്, വാട്ടർ, മണി, പേഷ്യൻസ്, അല്ലെ? ചില ഇമോഷൻസ് ഒക്കെ നമ്മൾ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അങ്ങനെയുള്ള അൺകൗണ്ടബിളിന്റെ കൂടെയാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. വി യൂസ് ഇറ്റ് വിത്ത് അൺകൗണ്ടബിൾ നൗൺ. എന്തിന്റെ കൂടെയാണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇത് കണ്ടോ, പേഷ്യൻസ് ഒക്കെ എന്താണ്? ഞാൻ ഇവിടെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ അത് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, കണ്ടുപിടിച്ചിട്ടില്ലേ? യെസ്, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാന്ന് എനിക്കറിയാം. നൗണൊക്കെ ഒരു തവണ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഓക്കെ അല്ലേ? അതന്നെ, മറക്കില്ല. ഓക്കെ, വാട്ടർ, ലവ്, പേഷ്യൻസ്, ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ആ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നൗണിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ പ്രൊണൗണിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്ജക്റ്റീവിന്റെ ക്ലാസ് കേൾക്കുക. കാരണം അതൊക്കെ എന്താണ്? ഒരുപാട് കണക്റ്റഡ് ആണ്. ഓക്കെ, നോക്കാം അടുത്തത്. ഇനി കുറച്ച് അതർ എക്സാമ്പിൾസ് നോക്കാം. എന്താണ്? ലിറ്റിൽ, മെനി, എനി, വോൾ, സം, ഇനഫ്, ഓൾ, ഹാഫ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്, അല്ലെ? ഇതൊക്കെ അൺകൗണ്ടബിൾ അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് അൺകൗണ്ടബിൾ അഡ്ജക്റ്റീവ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹൗ മച്ച് ഓഫ്, എത്രത്തോളം, എന്ന ചോദ്യത്തിനുള്ള ആൻസർ ആണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ദെൻ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. എന്താണ് ന്യൂമറൽ? നമ്പർ ആണ്, അല്ലെ? നമ്പർ ആണ്. ഓക്കെ,
ഇറ്റ് ഡിസ്ക്രൈബ് എക്സാക്ട് നമ്പർ ഓഫ് നോൺ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയോ? ക്വാളിറ്റി പറഞ്ഞപ്പോ ക്വാണ്ടിറ്റി പറഞ്ഞപ്പോ കറക്റ്റ് ആൻസർ കിട്ടിയോ? ഇല്ല. ഹൗ മച്ച് ഓഫ് നമ്മൾ എന്ത് കൊടുത്തു? ജനറൽ ആയിട്ട് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ആൻസർ, അൺകൗണ്ടബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ് കൊടുത്തത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് സമയം, കറക്റ്റ് എണ്ണം കിട്ടണം അല്ലെ. അപ്പൊ കറക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വരണം. എന്താണ്? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് വരണം. കറക്റ്റ് ആണ്. ഹൗ മെനി. ഓക്കെ, കറക്റ്റ്. ഹൗ മെനി, എത്ര. എത്രയാണ്? ഹൗ മെനി, എത്ര എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയണം. ഓക്കെ, എത്ര എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പറയണം. വ്യക്തമായിട്ട് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് എണ്ണാൻ കിട്ടണം. വ്യക്തമായിട്ട് എണ്ണാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? കൗണ്ടബിൾ നൗൺ ആവണം. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് കാര്യമില്ല. കൗണ്ടബിൾസ് നൗൺ, കൗണ്ടബിൾസ് നൗൺസ് ആണ് കൂടുതൽ. നിങ്ങളുടെ മുമ്പിലുള്ളത് എല്ലാം എന്താണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ ഉണ്ടോ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് കിട്ടും. നോക്കാം, നോട്ട് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രമായിരിക്കും. ഇറ്റ് ക്യാൻ ബി ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. എന്താണ്? കൗണ്ട്, എണ്ണാൻ കഴിയുന്നതും എണ്ണാൻ കഴിയാത്തതും എന്നുള്ള മീനിങ് ആട്ടോ. ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറൽ അഡ്ജക്റ്റീവ്സിനെ കൃത്യമായിട്ട് പറയുന്നവയെ, കൃത്യമായിട്ട് പറയാൻ കഴിയുന്നവയെ, കൃത്യമായിട്ട് പറയുന്ന എന്താണ്? ഡെഫിനിറ്റ് എന്നും. ഐ മീൻ 1 2 3 4 5 എന്ന് കറക്റ്റ് പറയാൻ കഴിയുന്നത് ഡെഫിനിറ്റ് എന്നും. എന്നാൽ കൃത്യമായിട്ട് പറയാൻ കഴിയാത്തത് എന്താണ്? ഇൻഡെഫിനിറ്റ് എന്നും പറയും. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് 3 ബുക്സ്. ഒരു സംശയമില്ല അല്ലെ, കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഐ ഹാവ് 3 ബുക്സ്. Then he is 50 years old. Our college has 950 students. വളരെ കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആയിട്ട് ആ സംഖ്യ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി എന്ന് പറയുന്നതിന്റെ ആൻസർ ആണ്. കറക്റ്റ് ആയിട്ട് എന്തായിരിക്കും? കറക്റ്റ് കൗണ്ട് ആയിരിക്കും, കറക്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള കൗണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തായിരിക്കും? അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ഓക്കെ, then നോക്കാം. all, some, various, several, certain, other, another, much, few, any, extra. ഇതൊക്കെ എന്തായിരിക്കും? ഇതൊക്കെ എന്തായിരിക്കും? ഇൻഡെഫിനിറ്റീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. ഓക്കെ, ഇൻഡെഫിനിറ്റീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ഡെഫിനിറ്റീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്തായിരിക്കും? 3, 50, 1, 2, 3 എന്നൊക്കെ ആയിരിക്കും. അതുപോലെ ഇൻഡെഫിനിറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്തായിരിക്കും? കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു സംഖ്യ പറയുന്നത് പോലെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോളൂ. all, some, various, several, certain, other, another, much, few, any എന്നൊക്കെ ഒരു മീനിങ് വരും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? വളരെ ക്ലിയർ ആണ് അല്ലെ. കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് നമുക്ക് തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് പറയുമ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് പെട്ടെന്ന് ഓർത്തെ, നിങ്ങളുടെ കയ്യിൽ പ്രൊണൗണിന്റെ നോട്ടുണ്ടോ? നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ടൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞ് എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ. അത് തന്നെ എന്താണ്? ആ പ്രൊണൗണിന്റെ സ്ഥാനത്ത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാത്രം ചേർത്ത് നോക്കി. ഒന്നുമില്ല, അത് തന്നെയാണ്, സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കാം. These are the words that point out ചെയ്യാണ്. എന്ത്? ഒരു പേഴ്സൺ, ഒരു തിങ്, ആൻഡ് അനിമൽ. ഒരു വ്യക്തിയെയോ ഒരു മൃഗത്തെയോ ഒരു പക്ഷിയെയോ എന്തോ ആവട്ടെ, ഒരു വസ്തുവിനെയോ ഒക്കെ എന്ത് ചെയ്യാണ്? ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ദിസ് ബുക്ക് ഈസ് മെലഡിയസ്. എന്താണ്? ദിസ് സോങ് ഈസ് മെലോഡിയസ്. എന്താണ്? ഈ സോങ് എന്താണ് മക്കളെ? മെലഡിയാണ്. എന്താണ്? മെലോഡിയസ് ആണ്. ഓക്കെ, then this song is melodious. These flowers are very beautiful. This bag is expensive. എന്താണ്? This bag is expensive. ഇവിടെ എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? this, that, this, those അല്ലേ? this, that, this, those. ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിന് തൊട്ടുള്ള പ്രൊണൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസിന്റെ കൂടെ ആര്? these വരും. then ദാറ്റിന്റെ കൂടെ എന്താണ് മക്കളെ? ദാറ്റിന്റെ കൂടെ എന്താണ്? ദോസ് അല്ലെ. നമ്മുടെ തൊട്ടടുത്ത് ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു വസ്തു ഉണ്ടെങ്കിൽ എന്ത് പറയും? ദിസ് ഈസ് എ ബുക്ക്. അടുത്ത എന്താ പറയാ? ദീസ് ആർ ബുക്സ്. ഒരുപാട് തൊട്ടടുത്ത് ഒരുപാടുണ്ടെങ്കിൽ ദീസ് ആർ ബുക്ക്. ദൂരെയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബുക്ക്, ദോസ് ആർ ബുക്സ് അല്ലെ. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ തൊട്ട് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെ.
ദെൻ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ആയാലും ഇനിയിപ്പോ ആകെ പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും, ആകെ കൺഫ്യൂഷൻ ആയാലോ, ഈ പരിപാടി സെറ്റ് ആവില്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് തമ്മിൽ ഒരു ഡിഫറൻസ് തോന്നില്ല, സെയിം ആണ്, സെയിം കാര്യമാണ് പറഞ്ഞത് പോയത്, മാറ്റമല്ല, ടീച്ചർ വേർഡ്സ് പോലും മാറ്റിയിട്ടില്ല അല്ലെ. അപ്പൊ ഇനി നോക്കാം എന്താണ് ആ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യാം. നോക്കാം. തൊട്ട് മുമ്പ് പഠിച്ച ക്ലാസ്സിൽ പഠിച്ച ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഓക്കെ, ദിസ് ഈസ് എ ബുക്ക്. എന്താണ് ദിസ് ഈസ് എ ബുക്ക്? എന്താണ് ദിസ് ഈസ് എ ബുക്ക്? ഓക്കെ, ഇനി ഇവിടെ പഠിച്ച ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? ദിസ് ബുക്ക് ഈസ് മൈൻ. എന്താണ് ദിസ് ബുക്ക് ഈസ് മൈൻ? രണ്ടും തമ്മിൽ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ കമ്പയർ ചെയ്യാൻ കഴിയുന്നത്? ഓക്കെ, സിമ്പിൾ വേർഡുകളല്ലേ, ബുക്കും ഈസും ദിസും ഒക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വേർഡുകളാണ്. ഒന്ന് ഇതിലോട്ടാണ്, ഈ രണ്ട് സെന്റൻസിലോട്ട് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് സ്വയം മനസ്സിലായി. നിങ്ങൾ ഇല്ലേ മാറ്റങ്ങൾ കണ്ടുപിടിക്കൂ, വ്യത്യാസം കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെയിം പിക്ചറിനൊക്കെ എന്തോരം വ്യത്യാസം കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേർഡ്സിന്റെ വ്യത്യാസം ഒന്ന് കണ്ടുപിടിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ അതിലുള്ളത്, ആ മാറ്റം തന്നെയാണ് ആ വ്യത്യാസം. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ബുക്ക്. ഓക്കെ, ദിസ് ഈസ് എ ബുക്ക്. ഈ ബുക്ക് എവിടെയാ കിടക്കുന്നത്? എവിടെയായി ബുക്ക് കിടക്കുന്നത്? ദിസ് ഈസ് എ ബുക്ക്. ഓക്കെ, ആ ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ചെയ്യാണ്. ഇനി ഇവിടെ നോക്കിയേ, ദിസ് ബുക്ക് ഈസ് മൈൻ. ദിസ് എവിടെയാണ്? ദിസിന്റെ തൊട്ടടുത്താണ് എന്ത്? ആ ബുക്ക് എന്ന് പറയുന്ന നൗണ് കിടക്കുന്നത് എവിടെയാ നോക്കിയേ? ഈ ദിസിന്റെ തൊട്ടടുത്താണ്. ഓക്കെ, അത് തന്നെയാണ് വ്യത്യാസം. ഓക്കെ, ഇവിടെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് പറയുമ്പോ എന്താണ് വരുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് പറയുമ്പോ ഒന്ന് നോക്കിയേ, ഇവിടെ എന്താ? ഈ ദിസിന്റെ തൊട്ടടുത്താണ് ആരുള്ളത്? സോങ് ഉള്ളത് അല്ലെ. ദീസ് ഫ്ലവേഴ്സ്, ദിസിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന നൗണ് കാണുന്നത്. ദിസ് ബാഗിന്റെ തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? നൗണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് വ്യത്യാസം. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് നോക്കുമ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് എ ബുക്ക്, ദാറ്റ് ഈസ് എ ബുക്ക് അല്ലെ. ദിസ് ഈസ് എ മാംഗോ, ദാറ്റ് ഈസ് എ മാംഗോ. എവിടെ കിടക്കുന്നത്? ആ ഡിസിനും അതിനുശേഷം ഒരു ഈസോ ആമോ ആറോ എന്ന് പറയുന്ന ഒരു വെർബും അതിനുശേഷമാണ് എന്ത് കിടക്കുന്നത്? നമ്മൾ പറയുന്ന നൗണ് കിടക്കുന്നത്, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന നൗണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഓക്കെ, ഇനി ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ എന്താ? ദൂരെ അല്ല കിടക്കുന്നത്, ദിസിന്റെ തൊട്ടടുത്ത് വേണം നൗണ്. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ ദീസിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ ദോസിന്റെ തൊട്ടടുത്തോ ആയിരിക്കും എന്ത്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. വളരെ ചെറിയൊരു വ്യത്യാസമല്ല അല്ലെ. ഒന്ന് ദൂരെയാണെങ്കിൽ, ഒന്ന് നൗണിന്റെ ദിസിന്റെ അടുത്ത് ദൂരെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണും ആ ദിസിന് ശേഷം തൊട്ടടുത്താണ് എന്നുണ്ടെങ്കിൽ, ദിസ് ദാറ്റ് ദോസ് അതിനുശേഷം തൊട്ടടുത്താണ് നൗണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് അല്ലെ. കൺഫ്യൂഷൻ ഇല്ല, ക്ലിയർ ആണ് അല്ലെ. ഇതിൽ കൂടുതൽ ഇനി ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സിനും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസിനും ഇല്ല. കമ്പയർ ചെയ്തിട്ട് തന്നെ ആ ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then interrogative pronoun, interrogative adjectives. Okay, interrogative adjectives എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിലോട്ട് പോകാം. ക്ലാസ് എപ്പോഴും പ്രൊണൗണിലോട്ട് ഓടി പോകണം. എന്താണ് ഇന്ററോഗേറ്റീവ് പ്രൊണൗൺ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വന്നു എന്ന് വിചാരിക്കും. അത് ഓർമ്മ വന്നവര് നേരെ ഒന്ന് ഇതിലോട്ട് നോക്കിയേ. These are WH words which are used with nouns to ask questions. അല്ലെ, WH ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട്, വേർ, ഹൂ, വെൻ, വിച്ച് അല്ലെ, ഹൂസ്. ഇതൊക്കെ എന്താണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് നമ്മൾ എന്ത് പറയും? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. എന്ത് പറയും? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. എക്സാമ്പിൾ നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഇന്ററോഗേറ്റീവ് പ്രോണൗണും ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണ്? സെയിം ആണ്. ഓക്കെ, then whose car is that? എന്താണ്? whose car is that? who is this boo അല്ലെ whose car is that അല്ലെ. what is your father? അങ്ങനെയൊക്കെ ചോദിച്ചില്ലായിരുന്നു നമ്മൾ. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് വാട്ട്, വിച്ച് അല്ലെ, where is the place. ഓക്കെ, then വാട്ട്, where, വിച്ച്, who എല്ലാം എന്താണ്? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന WH ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുന്ന എല്ലാം എന്താണ് മക്കളെ? പറഞ്ഞേ, ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, who, what, which, whom, where, when എല്ലാം. ഓക്കെ, WH ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാം എന്താണ്? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇതിലൊരു ക്ലാരിഫിക്കേഷന്റെ ഒരു മോർ എക്സ്പ്ലനേഷന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല.
ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ദെൻ പൊസസീവ് അഡ്ജക്റ്റീവ്സ്. എന്താണ് പൊസസീവ്? എന്താണ് പൊസസീവ്? ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് കുറച്ച് പൊസസീവ് ആണ്. ഓക്കെ, എന്റെ ചില കാര്യങ്ങൾക്ക് ഞാൻ പൊസസീവ് ആണ് എന്ന് പറഞ്ഞ എന്താണ് ഒന്ന് പറഞ്ഞ് എന്താണ് പൊസസീവ് എന്ന് പറഞ്ഞ? ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ, ഓക്കെ, നമ്മുടേത് സ്വന്തം എന്ന് പറയാം. ഓക്കെ, നമ്മുടേത് സ്വന്തം എന്ന് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പൊസസീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മുടേത് തന്നെ, എന്റേത് തന്നെ എന്ന് പറയാൻ. ഓക്കെ, അല്ലെങ്കിൽ അവരുടേത് തന്നെ എന്ന് പറയാൻ. ഓക്കെ, നോക്കാം. These are the words that are used to show ownership ആണ്. ഓക്കെ, നമ്മുടേത് എന്ന ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം, ദിസ് ഈസ് ഹി ക്യാപ്. ഓക്കെ, നമ്മൾ പൊസസീവ് പ്രൊനൗൺസ് പഠിച്ചപ്പോൾ അതിന് തൊട്ടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പൊസസീവ് പ്രൊനൗണിന്റെ കൂടെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ്സും പഠിച്ചത്. ഇവിടെ എന്തായിരുന്നു? ദിസ് ഈസ് ഹിസ് ക്യാപ്. ഓക്കെ, ദിസ് ഈസ് your book. എന്താണ്? this is your book. എന്താണ്? this is your book. this is your car. അല്ലേ? this is your home. ഓക്കെ, എന്താ നമ്മൾ പറയാം? അപ്പൊ എന്താണ് ഇവിടെ എന്താണ് ആ വ്യത്യാസമുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്? ഇവിടെ എന്താണ് ഒന്ന് പറഞ്ഞേ. ഈ ക്യാപ്പും ഈ ബുക്കൊക്കെ എന്താണ്? ഈ ക്യാപ്പും ബുക്കൊക്കെ എന്താണ്? അതിന് തൊട്ട് മുമ്പിലായിട്ടാണ് ആര് വരുന്നത്? ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സ് വരുന്നത്. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് പറഞ്ഞാൽ? എന്താണ്? അതിന് തൊട്ട് മുമ്പായിട്ട്, നൗണിന് തൊട്ട് മുമ്പായിട്ട് എന്ത് വരും? പൊസസീവ് അഡ്ജക്റ്റീവ്സ് വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഞാൻ പൊസസീവ് പ്രൊനൗണിന്റെ കൂടെ ഓൾറെഡി പറഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടെ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ആ ചെറിയ ഡിഫറൻസ് ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്താണ്? നൗണിനോ അല്ലെങ്കിൽ പ്രൊനൗണിനോ തൊട്ട് മുമ്പിലായിട്ട് എന്തുണ്ടാവും? പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും മക്കളെ. എന്താണ് ഉണ്ടാവുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും. സോ എന്താണ്? പ്രൊനൗൺസിന്റെ ക്ലാസ് പോയി കാണാം. ആ ക്ലാസ് കണ്ടതിന് ശേഷം നൗണിന്റെയും ക്ലാസ് കാണണം. നൗണിലെ കൗണ്ടബിൾ അൺകൗണ്ടബിൾ ഒക്കെ അറിയണം. അതുപോലെ എന്ത് ചെയ്യണം? പ്രൊനൗൺസിന്റെ എല്ലാ ടൈപ്സും ക്ലാസ്സും അറിയണം. ഇത് രണ്ടും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അഡ്ജക്റ്റീവിന്റെ ക്ലാസ് കാണണം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഈ അഡ്ജക്റ്റീവിന്റെ ക്ലാസ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഒരു തവണ കേട്ടാൽ മതി തോന്നി, നോട്ട് പോലും എഴുതി വെക്കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അഡ്ജക്റ്റീവ്സും കഴിഞ്ഞു. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇപ്പോ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്സ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും കാണാം. വാച്ച് ദ ക്ലാസ്സസ് അഗെയിൻ ആൻഡ് അഗെയിൻ. പ്രാക്ടീസ് വെൽ. ഓക്കെ, ബൈ.